ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ കാർത്തിക. ക്രേസി കാർട്ടൂൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിത്രങ്ങൾ വരയ്ക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ? ഇപ്പം നമ്മളിൽ പലർക്കും എന്തുണ്ടാവും, ഡ്രോയിങ് പഠിക്കാനും വരയ്ക്കാനും ഒരുപാട് ആഗ്രഹമുള്ളവരുണ്ടാവും. ഞാൻ തന്നെ ഒറ്റയ്ക്ക് പഠിച്ച ഒരാളാണ്. അതായത് ഞാനൊരു സെൽഫ് ടോട്ട് ആർട്ടിസ്റ്റാണ്. വലിയ ആർട്ടിസ്റ്റാണെന്നൊന്നും പറയുന്നില്ല, എന്നാലും നോക്കി വരയ്ക്കാൻ അത്യാവശ്യം ഇഷ്ടമാണ്, വളരെ ഇഷ്ടമാണ് ഡ്രോയിങ്. അതുപോലെ ഒരുപാട് ഇഷ്ടമുള്ള നിങ്ങളിൽ ഒരുപാട് പേരുണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോസിലൂടെ എൻ്റെ കൂടെ വരച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുവരെ ഞാൻ ഈ ഒരു ചാനലിൽ ഷോർട്ട് വീഡിയോസാണ് ഇട്ടുണ്ടായിരുന്നത്. ഇനി മുതൽ ലോങ് വീഡിയോസും ഇടാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഒരു ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഇവിടെ ഇന്നൊരു ഡ്രോയിങ് ഒന്നിച്ച് ചെയ്യാം അല്ലേ? ഡ്രോയിങ് മാത്രമല്ല, നമ്മളൊരു പെയിൻറ്റിങ് കൂടിയാണ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നപ്പോൾ നമ്മൾ ഈ ക്യാൻവാസിലാണ് പെയിൻറ്റിങ് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ ഈ വലിയൊരു ക്യാൻവാസിലല്ല, ചെറിയൊരു പീസ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, എടുക്കുന്നുള്ളൂ. ഇനി ക്യാൻവാസിൽ നമ്മൾ വരയ്ക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പെൻസിൽ ഉപയോഗിച്ച് ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ ഏറ്റവും ലൈറ്റ് ഷെയ്ഡുള്ള പെൻസിൽ യൂസ് ചെയ്യണം. അതായത് അങ്ങനെ 2H അതൊക്കെ കൂടി വരും. HB എന്ന് പറയുമ്പോൾ അതിന് നല്ല ഡാർക്ക് ആയിരിക്കും പെൻസിൽ. അപ്പോൾ നമ്മൾ ഏറ്റവും ലൈറ്റ് കളറിൽ എന്ത് ചെയ്യണം, പെൻസിൽ യൂസ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ക്യാൻവാസിൽ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് മായ്ച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, മായില്ല. അത് വേഗം നമ്മൾ മായ്ച്ച് കഴിഞ്ഞാലും അതിൻ്റെ ആ പാടം അവിടെ കിടക്കും. അതുകൊണ്ട് ലൈറ്റായിട്ട് നമ്മൾ ഔട്ട്ലൈൻ കൊടുക്കണം. പക്ഷേ ഈ വീഡിയോയിൽ നമ്മളത് ഈ ഒരു ചെറിയൊരു പീസിലാണ് നമ്മളിന്ന് പെയിൻറ്റിങ് നടത്താൻ പോകുന്നത്. അപ്പോൾ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലൈറ്റായിട്ട് ചെയ്യുക. പക്ഷേ നിങ്ങൾക്ക് ഇന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡാർക്കായിട്ടാണ് ഇവിടെ പെൻസിൽ കൊണ്ട് ഡ്രോയിങ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിന്നൊരു ഭഗവതിയുടെ ചിത്രമാണ് വരയ്ക്കാൻ പോകുന്നത്. ഞാൻ വരയ്ക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ കൂടെ വരച്ചോളും. അപ്പോൾ ഓരോ ലൈനും ഞാൻ നിങ്ങൾക്ക് വരയ്ക്കാൻ സുഖത്തിന് സിമ്പിളായിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ചതിന് ശേഷം രണ്ട് സൈഡിലും ഒരുപോലെ കാണുമ്പോൾ മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങളിത് നോക്കിയിട്ട് അതുപോലെ ഡ്രോയിങ് ചെയ്യാൻ ശ്രമിക്കൂ കേട്ടോ. ഞാൻ വരയ്ക്കുമ്പോൾ അത്യാവശ്യം ഡാർക്കായിട്ടാണ് വരയ്ക്കുന്നത്. പക്ഷേ നിങ്ങൾ വരയ്ക്കുമ്പോൾ കുറച്ച് ലൈറ്റായിട്ട് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു, ക്യാൻവാസിൽ വരച്ച് കഴിഞ്ഞാൽ അത് എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ മായ്ക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഫേസിൻ്റെ ഷേപ്പാണ് വരച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഏകദേശം ഫേസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയറിൻ്റെ ഭാഗം, അങ്ങനെ എല്ലാ ഭാഗങ്ങളും വരയ്ക്കാനുണ്ട്. അപ്പോൾ ഞാൻ വരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ പതുക്കെ വീഡിയോ പോസ് ചെയ്തിട്ടോ ഒക്കെ ഒന്ന് വരച്ച് നോക്കാനായിട്ട് ശ്രമിക്കും. ചില സ്ഥലങ്ങളിൽ ഞാൻ വീഡിയോ കുറച്ച് സ്പീഡാക്കിയിട്ട് വെക്കുന്നുണ്ട്. കാരണം ഇല്ലെങ്കിൽ ഒരുപാട് ലെങ്ത് ആവും വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ സ്പീഡ് കുറച്ചിട്ടിട്ട് കാണുക, അല്ലെങ്കിൽ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇവിടെ ഓരോ ഓർണമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ വരയ്ക്കുമ്പോഴും നിങ്ങളുടേതായ ഇഷ്ടത്തിന് വേണമെങ്കിൽ മാറ്റി വരയ്ക്കാവുന്നതാണ്. ഇത് അങ്ങനെ ഇന്ന ഷേപ്പ് തന്നെ വരയ്ക്കണം എന്നൊന്നുമില്ല. പിന്നെ ഈ ഫ്ലവേഴ്സ് ആയാലും, ഇപ്പോൾ ഞാൻ ആ ഫ്ലവേഴ്സ് വരയ്ക്കുന്ന സ്ഥാനത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹെയർ മാത്രമായിട്ട് വരയ്ക്കാം. ഫ്ലവേഴ്സ് വരുമ്പോൾ നമുക്ക് ഒന്നും കൂടിയും ഈ പെയിൻറ്റിങ് ചെയ്ത് വരുമ്പോൾ അതൊന്നുകൂടിയും കളർഫുള്ളായിട്ട് വരുന്നു മാത്രം. നമ്മുടെ ഔട്ട്ലൈൻ ഇത്രത്തോളം ആയിട്ടുണ്ട്. ഇനി ഞാൻ വരയ്ക്കാൻ പോകുന്നത് ഓർണമെൻറ്റ്സ് ആണ്. ഓർണമെൻറ്റ്സും ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടേതായ ഡിസൈനിൽ നിങ്ങൾക്ക് വരയ്ക്കാം. ഇനി നമ്മുടെ ഫേസിൽ കണ്ണ്, മൂക്ക്, ചുണ്ട് ആ ഭാഗങ്ങളൊക്കെയാണ് വരയ്ക്കാൻ പോകുന്നത്. അതൊക്കെ വരയ്ക്കുമ്പോൾ അതേപോലെ നോക്കിയിട്ട് ശ്രദ്ധിച്ച് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓവർ ഡാർക്ക് ആക്കണ്ട. പക്ഷേ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ഒരു മങ്ങിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് വരയ്ക്കുന്നവരാണെങ്കിൽ അത്യാവശ്യം ഡാർക്കിൽ വരച്ചോളൂ. പിന്നീട് പക്ഷേ അതുപോലെ ആ ഒരേ സ്ഥാനത്ത് നമ്മൾ പെയിൻറ്റ് കൊടുക്കുമ്പോൾ അത് മങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മളത് ഹൈലൈറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് വരച്ചാലും മതി. അപ്പോൾ കണ്ണ്, മൂക്ക്, ചുണ്ട് അതൊക്കെ നമുക്ക് വരയ്ക്കാം.
ഡാർക്കായിട്ട് വരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ക്യാൻവാസിലാണ് വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യില്ല, മായ്ക്കാനായിട്ട് ബുദ്ധിമുട്ടാകും. അത് ഫസ്റ്റ് ടൈം വരയ്ക്കുന്ന ഒരു പേപ്പറിൽ വരച്ച് നോക്കിയാലും മതി. അതിന് ശേഷം ക്യാൻവാസിൽ ട്രൈ ചെയ്താൽ മതി. ക്യാൻവാസിൽ ചെയ്യുമ്പോൾ പെയിൻറ്റിങ് കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വരയ്ക്കുമ്പോൾ ഡാർക്ക് വരയ്ക്കുന്നവർ അധികം അതായത് മായ്ക്കാനുള്ള അവസ്ഥ വരുത്തരുത്. മായ്ച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഭാഗം നമ്മൾ എത്ര ശരിയാക്കി കഴിഞ്ഞാലും ആ ഒരു മായ്ച്ചതിൻ്റെ പാട് നന്നായിട്ട് കിടക്കും. അപ്പോൾ ഞാനിവിടെ ഒരു മൂക്കുത്തിയും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. വലിയൊരു മൂക്കുത്തിയാണ് വരയ്ക്കുന്നത്. ഓർണമെൻറ്റ്സിൻ്റെ കാര്യം ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വേണമെങ്കിൽ വരച്ചാൽ മതി. പക്ഷേ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നല്ല രീതിയിൽ അത് വരയ്ക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പൊട്ട് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടേതായ രീതിക്ക് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഡ്രോയിങ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻറ്റിങ് ചെയ്യാം. പെയിൻറ്റിങ് ചെയ്യാനായിട്ട് ആദ്യം ഞാൻ ഫേസാണ് പെയിൻറ്റ് ചെയ്യണത്. അപ്പോൾ നമ്മൾ സ്കിൻ കളർ ഉണ്ടാക്കാനായിട്ട് നമുക്കിവിടെ യെല്ലോ, റെഡ് അതുപോലെ തന്നെ വൈറ്റ് യൂസ് ചെയ്യാം. കുറച്ചും കൂടി ഡാർക്ക് സ്കിൻ ടോണാണ് യൂസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കിതിലൂടെ ബ്ലൂവും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എത്രത്തോളം ഇവിടെ ഒരു ഫെയർ ആയിട്ടുള്ളൊരു സ്കിൻ ടോണാണ് ഞാനിവിടെ ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ യെല്ലോയും വൈറ്റും ആഡ് ചെയ്യുക. കുറച്ച് എമൗണ്ട് റെഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്കിൻ ടോൺ കിട്ടും. അപ്പോൾ അത് ലൈറ്റ് ആയിട്ട് കൊടുക്കാതെ ഇത്രയും ഫെയർനെസ്സാണ് ഉണ്ടാവുക. അത് തന്നെ നമ്മൾ ഒന്നും കൂടി വാട്ടറൊക്കെ മിക്സ് ചെയ്തിട്ട് ലൈറ്റായിട്ടാണ് നമ്മൾ ഫസ്റ്റ് കോട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ ഞാൻ കൊടുത്തപ്പോൾ കുറച്ച് ഡാർക്കായി പോയി. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ക്ലോത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പോഞ്ച് പോലത്തെ കാര്യം എടുത്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊന്ന് ലൈറ്റ് കളറാവും. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അതൊന്നും കൂടിയും ആ ഒരു ഫേസിനോട് ബ്ലെൻഡായ പോലെ നമുക്ക് തോന്നും. അപ്പോൾ നമുക്ക് എന്നിട്ട് ഒന്നും കൂടി നമ്മൾ ആ ബ്രഷ് കുറച്ചും കൂടി ലൈറ്റാക്കിയിട്ട് വീണ്ടും നമ്മൾ അപ്ലൈ ചെയ്യുക. ഡാർക്കറായിട്ട് വരുന്ന ഷെയ്ഡുള്ള ഏരിയാസിൽ നമ്മൾ ഇതുപോലെ അപ്ലൈ ചെയ്യുക. ഈ മൂക്കിൻ്റെ രണ്ട് സൈഡ് ഒക്കെ നമുക്കൊന്ന് ആ മൂക്കിൻ്റെ ഷേപ്പ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ പെൻസിൽ കൊണ്ട് വരയ്ക്കാതെ പെയിൻറ്റ് ചെയ്യുമ്പോൾ അത്രയും ഡാർക്ക് സൈഡ് നമ്മൾ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒന്നും കൂടിയും ആ ഒരു ഫേസിൻ്റെ ഫുൾ ഏരിയ നമ്മൾ പെയിൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വൈറ്റ് കളർ വൈറ്റ് ഹൈലൈറ്റ് വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മളങ്ങനെ വൈറ്റ് ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഡാർക്കറായിട്ടുള്ള ഭാഗം ഞാൻ ഡാർക്കറായിട്ടും മറ്റേ സൈഡിലേക്ക് വാട്ടർ മിക്സ് ചെയ്തിട്ട് ലൈറ്റാക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഡാർക്കറായിട്ടുള്ള ഏരിയ ഇതുപോലെ ക്ലോത്ത് വെച്ചിട്ട് എന്ത് ചെയ്യാം, വൈപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നും കൂടിയും ആ ഒരു സ്കിന്നിനോട് എന്ത് ചെയ്യും, ബ്ലെൻഡായിട്ട് വരും. അപ്പോൾ അത് കൂടുതൽ ഏരിയാസിൽ ഇങ്ങനെ ഡാർക്കായിട്ട് വരുന്ന ഏരിയാസൊക്കെ നമുക്ക് രണ്ടും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്ത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ തുണി കൊണ്ട് ഒന്ന് റബ്ബ് ചെയ്തെടുക്കാം. അതിങ്ങനെ തുണി വെച്ച് വരയ്ക്കാൻ പാടില്ല, നമ്മളത് പതുക്കെ ഇങ്ങനെ ഒപ്പിയെടുക്കല്ലേ. കൂടുതൽ വാട്ടർ ഉണ്ടെങ്കിൽ, കൂടുതൽ പെയിൻറ്റ് ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒപ്പിയെടുക്കുന്ന പോലെ പതുക്കെ എന്ത് ചെയ്യുക, ഒപ്പിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ സ്കിൻ കളർ വരുന്ന ഭാഗമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഹെയറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഹെയർ ചെയ്യുമ്പോൾ നമ്മളതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കളറെന്ന് പറയുന്നത് ബേൺഡ് സിയെന്നയാണ്. അതൊരു ബ്രൗണിഷ് ഷെയ്ഡാണ്. അത് നമ്മൾ ആദ്യം ഒരു കോട്ട് കൊടുത്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ബ്ലാക്ക് വെച്ചിട്ട് വീണ്ടും ഒരു കോട്ട് കൊടുക്കുന്നത്. ഈ ബ്രൗൺ ഇവിടെ കൊടുക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ചില മുടികൾക്ക് കണ്ടില്ല ഒരു ഷൈനിങ്, ഒരു ബ്രൗൺ, അത് അധികം എടുത്ത് കാണിക്കില്ല, എന്നാലും നമ്മളൊരു ബ്രൗണിഷ് കോട്ട് കൊടുക്കുമ്പോൾ അത് കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് മുടിയുടെ എല്ലാ ഭാഗത്തും ഈ ഒരു ബേൺ സിയെന്ന യൂസ് ചെയ്തിട്ട് ഒരു ബ്രൗൺ കളർ കൊടുത്തതിന് ശേഷം അടുത്ത കോട്ട് കൊടുക്കാം. അപ്പോൾ ഹെയറിന് മൊത്തം നമ്മൾ ബേൺ ചെയ്യാൻ വെച്ചിട്ടൊരു കോട്ട് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ചെയ്തത് വൈറ്റ് ഉപയോഗിച്ചിട്ട് ഹൈലൈറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ നെറ്റിയുടെ ഭാഗങ്ങൾ, അതുപോലെ മൂക്കിൻ്റെ സെൻറ്റർ ഭാഗം, കവിളിൻ്റെ രണ്ട് സൈഡ്, പിന്നെ താടിയുടെ ഭാഗം ഒക്കെ നമ്മൾ ഒരു വൈറ്റ് കളർ ഷെയ്ഡ് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ലൈറ്റ് അടിക്കുന്ന ഭാഗത്ത് നമ്മൾ ഡാർക്കും മറ്റേത് ലൈറ്റും കൊടുക്കുന്ന പോലെ. അപ്പോൾ അതൊക്കെ കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ഇവിടുത്തെ ഫ്ലവേഴ്സിനൊക്കെ കളർ ചെയ്യണത് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള കളർ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ ഞാൻ യൂസ് ചെയ്യണത് ഒരു പിങ്കിഷ് ഷെയ്ഡാണ്.
അത് കുറച്ച് ലൈറ്റാക്കിയിട്ടാണ് ഞാനിവിടെ പൂക്കൾക്കും ഇലകൾക്കും ഒക്കെ കൊടുക്കുന്നത്. ഇവിടെ ഈ സാരിയുടെ ഭാഗം വരുന്നിടത്തും ഞാൻ ഈ ഒരു പൂക്കൾക്ക് കൊടുത്ത അതേ ആ ഒരു ഷെയ്ഡ് തന്നെയാണ് കൊടുക്കുന്നത്. അതുപോലെ ഒരു ഗ്രീൻ കളർ മിക്സ് ചെയ്തിട്ടുള്ള ഷെയ്ഡാണ് ഞാൻ സാരിക്ക് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് കൊടുക്കാം. ഇവിടെ നമുക്ക് ഹെയറിൻ്റെ ഭാഗത്ത് നമ്മുടെ ബ്ലാക്ക് കൊണ്ട് കോട്ടിങ് കൊടുക്കാം. നമ്മൾ ബേൺ ചെയിനെ വെച്ചിട്ട് ഒരു കോട്ടല്ലേ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ബ്ലാക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ തന്നെ അതിന് ലൈറ്റായിട്ടുള്ള ഒരു ഷെയ്ഡ് കൊടുക്കാം. ആ ഒരു ലൈറ്റ് ഷെയ്ഡ് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മേലെ തന്നെ ബ്ലാക്ക് കുറച്ചും കൂടി ഡാർക്കായിട്ട് നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ നേരത്തെ ലൈറ്റാക്കി പെയിൻറ്റ് ചെയ്ത ഭാഗത്തൊക്കെ നമുക്ക് കുറച്ചും കൂടി ഡാർക്കറായിട്ട് ഷെയ്ഡിങ് കൊടുത്ത് ഒന്നും കൂടി ആ ഒരു ഡ്രോയിങ്ങിനെ കളർഫുള്ളാക്കാം. ഇനി സാരിയുടെ ഓരോ ഭാഗത്തും ഞാൻ ഗോൾഡൻ കളർ യെല്ലോ മിക്സ് ചെയ്തിട്ടൊരു കോട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പട്ട് സാരിക്ക് കൊടുക്കുന്ന ആ ഒരു കസവ് പോലത്തെ കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഓർണമെൻറ്റ്സിന് ഞാൻ ഗോൾഡനാണ് കൊടുത്തിട്ടുള്ളത്, ഗോൾഡൻ കളറ്. അതിന് ഓരോന്നും നമ്മൾ അതിൻ്റെ മുഖത്തെ കല്ലുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് റെഡ് ഗ്രീൻ നിങ്ങൾ ഏതാണ് സാരിക്ക് കളർ കൊടുത്താൽ മാച്ചായിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് ഫിൽ ചെയ്തിട്ട് വരാം. ഇനി നമുക്ക് പിരികം കണ്ണ് ഭാഗങ്ങളൊക്കെ കളർ ചെയ്യാനായിട്ട് പോവാം. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഡൂഡിലിൻ്റെ പെന്നാണ്. അതാകുമ്പോൾ നമുക്ക് ചെറിയ ഭാഗങ്ങൾ കൂടി ഈസിയായിട്ട് കവർ ചെയ്യാൻ പറ്റും. പെയിൻറ്റ് കൊണ്ടും ചെയ്യാം. പെയിൻറ്റ് കൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ 000 ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് പെന്ന് ഉപയോഗിച്ചെന്താ വെച്ചാൽ നമുക്ക് തെറ്റാതിരിക്കാൻ വേണ്ടി ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് പെന്ന് വെച്ചിട്ട് ചെയ്യാവും നല്ലത്. ഇല്ലാതെ ബ്രഷ് കൊണ്ട് ചെയ്യാൻ നമ്മൾ എന്താ പറയുക, നമുക്ക് ഇതുണ്ട്, കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ ഈ പെന്ന് വെച്ചിട്ട് എന്ത് ചെയ്തു, കണ്ണ് പിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനി നമുക്ക് ചുണ്ടാണ് പെയിൻറ്റ് ചെയ്യാനുള്ളത്. അതിന് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 000 ബ്രഷാണ്. അത് വെച്ചിട്ട് നമ്മൾ റെഡ് കളർ എടുത്തതിന് ശേഷം അത് നല്ലപോലെ വാട്ടറിൽ മിക്സ് ചെയ്തതിന് ശേഷം ലൈറ്റ് ഷെയ്ഡാക്കി നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതൊന്ന് ഡ്രൈ ആവാൻ വിട്ടതിന് ശേഷം നമ്മൾ ബാക്കി നമ്മൾ കളർ ചെയ്ത് വെച്ച പൂവ് ഒക്കെ നമ്മളൊന്നുകൂടി ഡാർക്ക് ആക്കണം. അതിൻ്റെയൊക്കെ ഒരു ഹൈലൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് വൈറ്റും ഡാർക്കൊക്കെ ഉള്ള ഏരിയയിൽ അതായത് കളർ കൊടുത്തിട്ട് നമ്മൾ ഒന്നും കൂടിയും ആ ഡ്രൈ ആയ ഏരിയാസിൽ പെയിൻറ്റ് ചെയ്യണം. അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ലിപ്പ് ഒന്നും കൂടി ഡാർക്കായിട്ട് ചെയ്യാൻ പോണത്. അതിനുശേഷം നമ്മൾ ഡാർക്കറായിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ ഒന്നും കൂടി സ്കിൻ കളർ യൂസ് ചെയ്തിട്ട് ഡാർക്കൻ ചെയ്യാണ് ചെയ്യുന്നത്. ശേഷം നമ്മുടെ ഈ കവിളിൻ്റെ ഭാഗത്തുള്ള ബ്ലഷ് ഒരു റെഡിഷ് കളർ ഉണ്ടാവുമല്ലോ, അത് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അതിന് നമ്മൾ ആദ്യം മുകളിൽ നിന്ന് കണ്ണിൻ്റെ സൈഡിൽ നിന്ന് താഴോട്ട് കവിളിൻ്റെ ഭാഗത്തേക്ക് റെഡിൽ കുത്തിട്ടതിന് ശേഷം ബ്രഷ് ഒന്ന് നല്ലോണം ഡ്രൈ ആക്കിയതിന് ശേഷം നമ്മളതൊന്ന് എന്ത് ചെയ്യാണ്, ബ്ലെൻഡ് ചെയ്യണം. അതായത് അവിടെ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് അത്യാവശ്യം ലൈറ്റ് പ്രഷറിൽ എന്ത് ചെയ്യുക, നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ബ്ലഷിൻ്റെ എഫക്റ്റ് കിട്ടും. ഡ്രൈ ആയിട്ടുള്ള, അതായത് നമ്മളുടെ നല്ല നനഞ്ഞിട്ടുള്ള ബ്രഷ് എടുക്കരുത്. അതൊന്ന് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ ആ ഡോട്ട് ഇട്ടത് ഒന്നുകൂടി ആയിരുന്നു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതൊരു ബ്ലഷിങ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് കിട്ടും. അപ്പോൾ നമുക്കങ്ങനെ അത് ഓരോ രണ്ട് സൈഡിലും അങ്ങനെ ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് കുത്തിക്ക് ഗോൾഡൻ കളർ കൊടുക്കുക. അതുപോലെ തന്നെ
ചുറ്റുമുള്ള തലയ്ക്ക് ചുറ്റുമുള്ള യെല്ലോ ഷെയ്ഡ് കുറച്ചും കൂടി ഡാർക്കറായിട്ട് നമ്മൾ കൊടുക്കുകയാണ്. ആ ഒരു സർക്കിൾ ഫുള്ളാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം ലെമൺ യെല്ലോ കൊണ്ട് ഒരു പെയിൻറ്റ് ചെയ്തതിന് ശേഷം അതിനൊക്കെ കുറച്ചും കൂടി ലെമൺ യെല്ലോയിൽ ഒരു ഓറഞ്ച് ഷെയ്ഡ് മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ അടുത്ത ലെയർ കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ വീണ്ടും റെഡ് മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ അടുത്ത ലെയർ കൊടുക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് ചെറിയൊരു പോർഷനിൽ നമ്മൾ ബേൺസ് തന്നെയാണ് കൊടുക്കുന്നത്. അങ്ങനെ ഓരോ ലെയറും നമ്മൾ എന്ത് ചെയ്യുന്നു, ചെയ്തെടുക്കുന്നു. പിന്നെ ബാക്കിയുള്ള ഫ്ലവേഴ്സ് കാര്യങ്ങളൊന്നുകൂടി നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നു. ചുണ്ടിനുള്ള ഒരു വൈറ്റ് കളറും ബ്ലഷും ഒക്കെ കൊടുത്ത് നമ്മൾ ഒന്നുകൂടി ഹൈലൈറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് ഏകദേശം കഴിയാറായിട്ടുണ്ട്. പിന്നെ ഇനി അതിൻ്റെ മുകളിൽ ചെറിയ ഹെയറിനുള്ള ഒരു ഷെയ്ഡ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊടുത്തത്. പിന്നെ ഓരോ കളറും ഡ്രൈ ആയ ഭാഗത്തൊക്കെ ഒന്നും കൂടി നമ്മളൊരു കോട്ടും കൂടിയും കൊടുത്ത് കുറച്ചും കൂടി ഡീപ്പർ കളേഴ്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ കയ്യിൽ പെയിൻറ്റിങ് കഴിഞ്ഞ ഉടനെ ചിലപ്പോൾ പെയിൻറ്റിന് ഒരു ഡ്രൈനെസ് ഉണ്ടാവും. പിന്നീട് നമ്മളിത് പെയിൻറ്റ് ഉണങ്ങിയിട്ട് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തിന് ശേഷം നമ്മൾ വാർണിഷൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ആ ഒരു പിക്ചറിന് ഗ്ലോ നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ അതുവരെ നമ്മളൊരു വെറ്റായതിന് ശേഷം വാർണിഷൊക്കെ അടിച്ചിട്ട് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇതാണ് ഫൈനൽ റിസൾട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് കൂടെ വരച്ച് നോക്കുക, പറ്റുന്ന പോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ കൂട്ടത്തിൽ ഇതിനെയൊക്കെ നന്നായി പെയിൻറ്റ് ചെയ്യുന്നവരുണ്ടാവും, നന്നായി വരയ്ക്കുന്നവരുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വരാം. Goodbye.